നിഷാദ്, BJP ആസ്ഥാനത്ത് വലിയ ആത്മവിശ്വാസത്തിലാണ് നേതാക്കളൊക്കെ അല്പസമയം മുൻപ് നമ്മോട് പ്രതികരിച്ച അനിൽ ആന്റണി ഉൾപ്പെടെയുള്ളവർ പറഞ്ഞത് നരേന്ദ്രമോദി മുൻപോട്ട് വെച്ച ആശയങ്ങൾക്ക് കൃത്യമായിട്ട് ജനം വിധി എഴുതി എന്നുള്ളതാണ്. പ്രത്യേകിച്ച് വികസനോത്മകമായിട്ടുള്ള ഒരു നയമാണ് BJPക്കുള്ളത്. രാഹുൽ ഗാന്ധി ഉന്നയിച്ച ആരോപണങ്ങളെല്ലാം അപ്രസക്തമായി, പ്രത്യേകിച്ച് കോൺഗ്രസ് തകർന്നടിഞ്ഞുപോയി. അതുകൊണ്ട് തന്നെ നരേന്ദ്രമോദിയുടെയും അതോടൊപ്പം തന്നെ BJPയുടെ NDA പക്ഷം മുൻപോട്ട് വെച്ച എല്ലാ ആശയങ്ങളും ബീഹാറിലെ ജനം ഏറ്റെടുത്തിട്ടുണ്ട്. 20 വർഷത്തിന് ശേഷമുള്ള ഏറ്റവും വലിയ ചരിത്രപരമായിട്ടുള്ള വിജയം BJP അല്ലെങ്കിൽ NDA പക്ഷം നേടുമ്പോൾ ചരിത്രപരമായിട്ടുള്ള പരാജയത്തിലേക്ക് മഹാസഖ്യം നീങ്ങി എന്നുള്ളൊരു പരിഹാസവും അദ്ദേഹം ഉയർത്തിയിരിക്കുകയാണ്. സ്വാഭാവികമായിട്ടും അത് തന്നെയാണ് നമുക്ക് ഈ വോട്ടിംഗ് പാറ്റേണിലും കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ അജിംസും അതോടൊപ്പം തന്നെ നിഷാദും സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു 2010 അല്ലെങ്കിൽ 2005 നിലയിലേക്കാണ് ഈ 2025 വോട്ടിംഗ് ശതമാനത്തെയും കാണാനാകുന്നത്. പ്രത്യേകിച്ച് 2005-ലും 2010 നോക്കുകയാണെങ്കിൽ 2005 JDU 88 സീറ്റിലും BJP 55 സീറ്റിലും ഒതുങ്ങി. 2010 ആയപ്പോൾ BJP 91, അതോടൊപ്പം തന്നെ JDU 115 എന്ന സീറ്റിലേക്ക് വളർന്നു. അതിനുശേഷം പിന്നീട് വലിയ വളർച്ച കാണുന്നില്ല. പിന്നീട് RJDയുടെ ഒരു വളർച്ചയാണ് കാണുന്നത്. RJD 2020 70-ലധികം സീറ്റുകൾ RJD നേരിട്ടുണ്ട്. പക്ഷേ കോൺഗ്രസിന്റെ ഈ രണ്ട് കാലഘട്ടത്തിലും കോൺഗ്രസിന്റെയും RJDയുടെ നില പരിങ്ങലിലായിരുന്നു. 4-ലേക്കാണ് 2005 കോൺഗ്രസ് ചുരുങ്ങിയത്. സമാനമായി തന്നെ ഇത്തവണയും കോൺഗ്രസ് വലിയ പരാജയ ഭീതി നേരിടുന്നുണ്ട്. ആദ്യഘട്ടം മുതൽക്ക് തന്നെ വലിയ പ്രത്യാരോപണങ്ങൾ ഉന്നയിച്ച് രാഹുൽ ഗാന്ധി പുതിയ ആരോപണങ്ങളൊക്കെ ഉന്നയിച്ച് രംഗത്തെത്തിയെങ്കിൽ പോലും പല സ്ഥലങ്ങളിൽ നമ്മൾ എത്തി അവിടുത്തെ ജനങ്ങളോട് ചോദിക്കുമ്പോൾ രാഹുൽ ഗാന്ധി